ഇവിടെ ബാച്ചുകാരായ അച്ഛന്മാരുണ്ട്. പക്ഷെ ആർക്കും ഈ സമയത്ത് ഒരു വാക്കുപോലും പറയാൻ പറ്റാത്ത മാനസിക അവസ്ഥയിലാണ് അവരെല്ലാം. ഇപ്പോൾ നമ്മോട് ചേരുന്നത് എഡ്വിൻ കോയപ്രദർശനാണ്. അച്ഛനെ വളരെ നിർബന്ധിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഗുഡ്നസിനോട് ചേർക്കുന്നത്. ഷിൻസച്ചനെ കുറിച്ച് പറയുവാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ പ്രത്യേകമായി എനിക്ക് പേഴ്സണലായിട്ട് ഞങ്ങൾ 8 വർഷം ഒരുമിച്ച് പഠിച്ചതാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് തലശ്ശേരി രൂപതയിൽ ഞങ്ങളുടെ ബാച്ചിൽ ഷിൻസച്ചൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ പഠിക്കുവാനായിട്ട്, കൂടെ നടക്കുവാനായിട്ട്, കൂട്ടുകാരായിട്ട് ജീവിക്കുവാനായിട്ട് എനിക്കാണ് കൂടുതൽ അവസരം ലഭിച്ചത്. പ്രത്യേകിച്ച് ഫിലോസഫി കാലഘട്ടങ്ങളിലും പിന്നെയുള്ള റീജൻസി കാലഘട്ടത്തിലും പിന്നീട് ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ തിയോളജിയിൽ ആലുവ സെമിനാരിയിൽ ഒരുമിച്ച് പഠിക്കുവാനായിട്ട് അവസരം ലഭിച്ചിട്ടുണ്ട്. ഷിൻസച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും സന്തോഷമാണ്. എപ്പോഴും വിളിക്കാറും അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാറൊക്കെയുണ്ട്. ഇപ്പോൾ പള്ളിയിലാണെങ്കിലും അവിടുത്തെ വിശേഷങ്ങൾക്ക് എപ്പോഴും പങ്കുവയ്ക്കാറുണ്ട്. ഈ ദിവസം തന്നെ ഞങ്ങളിന്ന് രാവിലെ മുള്ളേരി പള്ളി വെച്ച് കാണേണ്ടതായിരുന്നു. അവിടെ അച്ഛനൊപ്പം പരിക്കേറ്റ ഞങ്ങളുടെ ബാച്ചുകാരൻ കൂടിയായ സിബിൻ ബ്രദറിന്റെ വീട് വെഞ്ചിരിപ്പായിരുന്നു ഞങ്ങളിന്ന് ഒരുമിച്ച് കൂടാൻ വേണ്ടി ഇരുന്ന ദിവസമായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെയൊരു മരണ വാർത്ത ഞങ്ങൾ അറിഞ്ഞത്. അച്ഛൻ്റെ ഈ ഒരു മരണം ഇപ്പോഴും ഞങ്ങളെ ബാച്ചുകാർ സ്മൃതിയുള്ളത് ഉൾക്കൊള്ളുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. തീർച്ചയായും ഈ ഒരു മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഒരുപാട് ഓർമ്മകളാണ് ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. എല്ലാ ബാച്ചുകാരുടെയും ഒരേ ഒരു വികാരമായിരുന്നു ഷിൻസ് ഇല്ലാത്ത ഒരു ബാച്ചുകാരനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റത്തില്ലായിരുന്നു. ഞങ്ങളെല്ലാ സൗഹൃദങ്ങളിലും അവൻ പങ്കെടുക്കാമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇനി ആലുവ ബാച്ചിൽ ഇനിയുള്ള ഗാദറിങ്ങിൽ ബഹുമാനപ്പെട്ട ഷിൻസച്ചൻ ഇല്ല എന്ന് ഞങ്ങൾ ഓർക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് ഒത്തിരിയേറെ സങ്കടമുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഷിൻസച്ചൻ്റെ ഒരു പ്രത്യേകത, എപ്പോഴും ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയായിരുന്നു. അതിലേറ്റവും ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ബാച്ചുകാരുടെ പ്രിയപ്പെട്ട പേരൻസുമായിട്ട്, പപ്പയും മമ്മിയൊക്കെ ആയിട്ട് ഒത്തിരിയേറെ ബന്ധം ഷിൻസനുണ്ട്. ഞങ്ങളെല്ലാ ബാച്ചുകാരുടെയും വീട്ടിലേക്ക് ഷിൻസ് എപ്പോഴും വരാറുണ്ട്. അതുകൊണ്ട് വീട്ടുകാരോട് നല്ല ബന്ധമാണ് ഷിൻസച്ചനുള്ളത്. അതുപോലെ തന്നെ ഈ ഞങ്ങളുടെ ഈ ഒരു കൂട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾ ഒരുപാട് സഹായിക്കുകയും അതുപോലെ തന്നെ ഞങ്ങൾ ഒരുപാട് കെയർ ചെയ്യുകയും ചെയ്യുന്ന കഴിഞ്ഞ സെപ്റ്റംബർ മാസമാണ് ഞങ്ങൾ മുള്ളേരി വെച്ച് ഞങ്ങൾ ബാച്ചുകാരിൽ ഒരുമിച്ച് കൂടിയത് ഇപ്പോൾ ഓർക്കുകയാണ്. ഞങ്ങളെ അതിനെ ക്ഷണിക്കുകയും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാനുള്ള നല്ല സൗകര്യമാണ് മുള്ളേരിയ പള്ളി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാ സപ്പോർട്ടും തരുന്ന നല്ലൊരു അച്ഛനായിരുന്നു. തീർച്ചയായും ഈ അവസരത്തിൽ ഷിൻസച്ചനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഓർക്കുവാൻ അവസരം ലഭിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. തീർച്ചയായും നിങ്ങൾ ഷിൻസച്ചന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളും ഒപ്പമുണ്ട്. തീർച്ചയായും ദൈവസന്നിധിയിലേക്കാണ് ഷിൻസച്ചൻ പോയത്. പ്രിയപ്പെട്ട പപ്പയുടെ അടുത്തേക്ക് ഷിൻസ് പോയതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. തീർച്ചയായും ഷിൻസിന്റെ നല്ല ഓർമ്മകളാണ് ഞങ്ങൾ ഇനി ജീവിപ്പിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുക. തീർച്ചയായും ഇനിയും ഷിൻസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് നിർദ്ദേശിക്കട്ടെ. താങ്ക് യു.